കലാകാരന്മാർ സമൂഹത്തിന്റെ നിശ്ചലാവസ്ഥയെ അതിജീവിക്കുന്നവരാണ്. വിപുലമായ അനുഭവങ്ങളുടെ ഉൾക്കരുത്ത് ഏതൊരു കലാകാരനെയും കലാകാരിയെയും സമൂഹത്തിലേക്ക് ഉയർത്തുന്നു. മാപ്പിള സംഗീതത്തിലേക്ക് കുട്ടിപ്പാട്ടുകാരെ കൈപിടിച്ചുയർത്തുന്ന ഈ അതുല്യ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ഫിറോസ്ക, സജ്ലത്ത ആൻഡ് ഷബ്നത്ത. കുട്ടിപ്പാട്ടുകാർക്ക് താളമൊരുക്കാൻ നമുക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടീം ഓർക്കസ്ട്ര. വെൽക്കം ബാക്ക് ടു ബേബി വിറ്റ പ്രസൻസ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2-വിൽ ഇനി സെമി ഫൈനൽസ്. ഈ വേദിയിലേക്ക് കുട്ടിപ്പട്ടുറുമാലിന്റെ ജൈത്രയാത്രയെക്കുറിച്ചും ഇനിയുള്ള റൗണ്ട്സുകളെ കുറിച്ചും പറയാൻ വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം യുവഗായകനും നമ്മുടെ ഗ്രൂമറുമായ OU ബഷീർ. ബഷീർക്ക, കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 ഇന്നിപ്പോ സെമി ഫൈനൽസ് വേദിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മത്സരങ്ങൾ സെമി ഫൈനൽ കൂടുതൽ ആവേശത്തോടു കൂടി സെമി ഫൈനലിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് പറയാനുള്ളത്? നമ്മള് സാധാരണ മത്സരത്തിൻ്റെ ഒരു പാറ്റേണിലാണ് വന്നതെങ്കിൽ കൂടിയും ഒരു ക്വാർട്ടർ ഫൈനലിലൂടെ അത്യാവശ്യം പേരെ പുറത്താക്കിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് കടക്കുന്ന രീതി മാറ്റിക്കൊണ്ട് സെമി ഫൈനൽ വരെ മാക്സിമം കുട്ടികൾ പാടട്ടെ എന്നുള്ള അതൊരു വളരെ സ്നേഹപൂർണ്ണമായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. അത് ഈ നിമിഷം വരെ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയും സമയം കൂടി കുട്ടികൾ പാടട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളിത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഇപ്പോൾ ഈ നിമിഷം വരെ കുട്ടികൾ പാടിക്കൊണ്ടിരുന്ന ആ രീതിയിൽ നിന്നും മാറി അവരുടെ നിഷ്കളങ്കതയും അവരുടെ കൗതുകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ട് സംഗീതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള റൗണ്ട്സാണ് ഇപ്രാവശ്യം പരിപൂർണമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പാട്ടുകാരന് വേദിയിൽ പാടി ഫലിപ്പിക്കാൻ ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളുമുള്ള ചില 2 റൗണ്ടുകൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഗസൽ റൗണ്ടിലേക്ക് അവർ വരുന്നുണ്ട്. പിന്നെ സംഗീതത്തിൻ്റെ വേറിട്ട തലങ്ങളിലൂടെ താളാത്മകമായ രീതിയിലേക്ക് കൂടുതൽ ഓഡിയൻസും അവരുമായിട്ട് ചേർന്ന് ഇടപഴകി പാടുന്ന രീതിയിലുള്ള കവ്വാലി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 റൗണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ആധികാരികമുള്ള റൗണ്ടായി പോയല്ലോ, നമ്മൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുതിയ എലമെൻസുള്ള പഴയ പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഒരു ചോദ്യം പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇപ്രാവശ്യം ഉത്തരവുണ്ട്. ഏറ്റവും പോപ്പുലറായ മനസ്സിലേക്ക് ഏറ്റവും പോപ്പുലറായിട്ടുള്ള മാപ്പിള പാട്ടുകളും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ പാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3 റൗണ്ടുകളാണ് ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും അരിച്ച് കലക്കിയെടുത്തിട്ട് വേണം നമുക്ക് ഫൈനലിലേക്ക് കുട്ടികളെ എത്തിക്കാൻ. അങ്ങനെ ഒരു ദൗത്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനുണ്ട്. ഏതായാലും ഈ പാടാൻ വരുന്ന 11 മക്കൾക്കും ഏറ്റവും നന്നായിട്ട് വേദിയിൽ പാടാൻ സാധിക്കട്ടെ, പടച്ചവനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബഷീർക്ക പറഞ്ഞ പോലെ നമ്മുടെ മത്സരങ്ങൾ കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വിധി നിർണ്ണയം എങ്ങനെയായിരിക്കും, നമ്മുടെ റൗണ്ട്സിനെ കുറിച്ചൊക്കെ നമ്മുടെ ജഡ്ജസിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഫിറോസ്ക. ഷാന, നമ്മൾ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 ഒരുപാട് മികച്ച റൗണ്ടുകൾ കടന്നു വന്ന് സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സെമി ഫൈനലിൻ്റെ ഗൗരവം നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രേക്ഷകർക്കും ഒക്കെ അറിയാം. അതനുസരിച്ച് തന്നെ മികവാർന്ന 3 റൗണ്ടുകളാണ് നമ്മൾ കുട്ടികൾക്ക് സെമി ഫൈനലിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഞാൻ ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് വരാം, അവരുടെ പേടിയൊന്ന് കുറഞ്ഞോട്ടെ. കുട്ടികളുടെ നിത്യഹരിത മാപ്പിളപ്പാട്ടുകൾ, അതായത് എന്നും പ്രേക്ഷകർ കേട്ട കാലം മുതൽ വീണ്ടും വീണ്ടും കേൾക്കാനും ഒരു വട്ടം മൂളിയാൽ അത് പലവട്ടം മൂളാനും അവർ കൊതിക്കുന്ന മനസ്സിൻ്റെ പാട്ടുകളായി അവരുടെ മനസ്സിൽ കയറിയ മാപ്പിളപ്പാട്ടുകൾ. അതിൽ മികച്ച ഗാനങ്ങൾ തന്നെയാണ്. ഞാൻ വരികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും മികച്ച ഗാനങ്ങൾ തന്നെയാണ് കുട്ടികൾ എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു തലം
മാപ്പിളപ്പാട്ടിൻ്റെ എന്ന് മാത്രമല്ല ഏത് പാട്ടിൻ്റെയും ഒരു തലം മുതൽ മറ്റൊരു തലം വരെ കാണിക്കാൻ കഴിവുള്ള, സാഹിത്യം കൊണ്ടും സംഗീതം കൊണ്ടും കാണിക്കാൻ കഴിവുള്ള ഖവാലി റൗണ്ട്. ഖവാലി എന്ന് പറയുമ്പോൾ സാഹിത്യപരമായിട്ട് ലിറ്ററലി അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സൂഫി സംഗീതത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് കിടക്കുന്ന ഒരു സംഗീത രൂപമാണ് ഖവാലി എന്ന് പറഞ്ഞത്. പാടി ദൈവത്തിലേക്ക് അടുക്കുക, അത് പാട്ടുകൊണ്ടും സാധിക്കുമെന്ന് ഒരു വലിയ വിഭാഗം തെളിയിച്ച ഒരു സംഗീത ശാഖയാണ് ഖവാലി. മ്യൂസിക്കലി അതിനെ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾക്ക് പ്രാധാന്യമുള്ള, പാകിസ്ഥാനിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം പ്രാധാന്യമുള്ള ആ ഒരു സംഗീത രൂപം മാപ്പിളപ്പാട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. മാപ്പിളപ്പാട്ടിൽ, അത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, മാപ്പിളപ്പാട്ടിൽ ഖവാലിയുടെ സ്വഭാവമുള്ള പാട്ടുകൾ ലിറ്ററേച്ചർ കൊണ്ടും സംഗീതം കൊണ്ട് അതിൻ്റെ വിരുത്തം പാടി കോറസിന് പ്രാധാന്യം കൊടുത്ത്, തബല ഡോലക്ക് പോലുള്ള ഉപകരണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, ക്ലാർനെറ്റ്, ഷെഹനായി, മാൻഡലിൻ, ഹാർമോണിയം പോലുള്ള ഉപകരണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, കീഴയും മേലെയും ഹമ്മിങ് കുട്ടികൾ ചേർന്ന് പാടി അവസാനം പാട്ടിൻ്റെ ടെമ്പോ വർദ്ധിപ്പിച്ചുകൊണ്ട് വിരുത്തമെല്ലാം പാടി നിർത്തുന്ന ഒരു സ്വഭാവമുള്ള ഒരു പാട്ടുകളെയാണ് നമ്മൾ ഖവാലി എന്ന് വിശദീകരിക്കുന്നത്. ആ ഒരു റൗണ്ടാണ് കുട്ടികൾ. അതിൽ മികച്ച പാട്ടുകൾ തന്നെയാണ് അവരെടുത്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് അവരുടെ മ്യൂസിക്കൽ ടാലൻറ്റ് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ഗസൽ എന്ന റൗണ്ട്. ഗസലാണ് മാപ്പിളപ്പാട്ടിലെ ഗസൽ. അവിടെയും നമ്മൾ ഗസലൊക്കെ കുട്ടിപ്പട്ടുമാലിൽ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ മാപ്പിളപ്പാട്ടിൽ ഗസലുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ ചിലരൊക്കെ എന്നെ വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു, പലരെ വിളിച്ചും ചോദിച്ചിരുന്നു. മാപ്പിളപ്പാട്ടിൽ ഗസലുകളെ നമ്മൾ ഗസലീകരിക്കുകയാണ്. ഗസലീകരിക്കുക എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിലെ ചില സംഗീത മൂല്യമുള്ള പാട്ടുകളെ കുട്ടികൾ ഒന്നുകൂടി ഗസലിൻ്റെ ഫോർമാറ്റിലേക്ക്, ഗസലിൽ എപ്പോഴും രാഗം വിസ്തരിച്ച് കാണിക്കണം, രാഗത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കണം. ഒരാലാപ് പാടി ആ രാഗം എന്താണെന്ന് കാണിച്ച് വ്യത്യസ്ത രാഗത്തിൻ്റെ സ്വഭാവത്തിലുള്ള പാട്ടുകൾ കുട്ടികൾ എടുത്തു പാടുകയാണ്. ഗസൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇന്ന് നമ്മുടെ കേരളക്കാർ പോലും മനസ്സിലേറ്റിയ ഒരു ശാഖയാണ് അമീർ ഖുസ്രുവും മിർസ ഖാലിബും. അവർ കാണിച്ചു തന്ന ഗസലിൻ്റെ ഒരു തുടക്കം ലിറ്ററേച്ചർ മെഹദി ഹസനും ഗുലാം അലി സാബൊക്കെ പാടിത്തന്ന, ഇപ്പോൾ ONV സാറ് പോലും ഗസലിൻ്റെ വലിയൊരു എഴുത്തുകാരനായി മാറുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ശാഖയാണത്രേ ഉമ്പായിക്കയ്ക്ക് വേണ്ടി ഗസലുകൾ എഴുതുക എന്നത്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതി അല്ലേ. നമുക്ക് ഒരുപാട് പാട്ടുകൾ ഗസൽ, മാപ്പിളപ്പാട്ടിൽ അതിൻ്റെ സ്വഭാവമുള്ള പാട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ 3 റൗണ്ടാണ്. ഈ ഗസലിൻ്റെ ഒരു ചെറിയ 2 വരികൾ പാടിക്കൊണ്ട് ഞാൻ ഈ ഒരു ശാഖയ്ക്ക് തുടക്കം കൊടുക്കുക. അമീർ ഖുസ്രുവും മിർസ ഖാലിബും അനശ്വരമാക്കിയ ഗസലുകളെ നിങ്ങൾ തൻ ശ്രുതിലയ സീമകൾ ചുംബിക്കും അനിതര ഗാനങ്ങൾ പാടാം ഞാൻ. ഗാനപ്രിയരേ, ആസ്വാദകരേ, ഗസൽ മാല ചൂടാൻ വരൂ. മാനസ ചഷകത്തിൻ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാം ഞാൻ. ഗാനപ്രിയരേ, ആസ്വാദകരേ. താങ്ക് യു ഫിറോസ്ക. അപ്പം ഫിറോസ്ക നല്ലൊരു പാട്ട് പാടി നമ്മളെയൊക്കെ ആ മൂഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ ഓരോ സ്റ്റേജിലേക്ക് കുട്ടിപ്പട്ടുമാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു സ്പെഷ്യൽ ട്രീറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാവും. ഇന്ന് എന്ത് ട്രീറ്റുമായിട്ടാണ് OU ബഷീർ വരുന്നത് നോക്കി. ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ പാടാത്തൊരു രീതിയിലുള്ളൊരു പാട്ടാണ്. ഇപ്പോൾ ഫിറോസ്ക പാടിയ പോലെ ഒരു ഗസൽ ശൈലിയിലുള്ള പാട്ട് നമുക്കൊരു പക്ഷേ ഏറ്റവും അധികം തന്നിട്ടുള്ളത് ബാബുക്കയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് പേര് തന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഓർക്കുകയാണ്. ഒരു സുന്ദര സംഗീത രീതി നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു പാട്ടിൻ്റെ കുറച്ച് പാടിക്കൊണ്ട് ഇപ്പോൾ കുട്ടികളെ ഈ ഒരു മൂഡിലേക്ക് വരുത്താനുള്ള ചെറിയ ശ്രമങ്ങളാണ്. ഒന്ന് പാടി നോക്കാം. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ.
പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ പ്രാണസഖി സെമി ഫൈനൽ സ്റ്റേജിൽ ഫസ്റ്റ് പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ നർമ്മദ. നർമ്മദ, നമ്മുടെ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെമി ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമ്മുടെ മത്സരങ്ങളൊക്കെ ഇങ്ങനെ ടൈറ്റായി വരികയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? കുഴപ്പമില്ലാന്നോ? ഇപ്പോഴും ഇങ്ങനെ തന്നെ ആണോ? ഫൈനലിലൊക്കെ പോയി പാടണ്ടേ? കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ പാടണ്ടേ? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതിയോ? ഷെയറായി പാടുന്നില്ലേ? പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പം നിത്യഹരിത ഗാനം റൗണ്ടിലാണ് പാടുന്നത്. ഏത് പാട്ടാ? മദീന റൗള മുനവർ. ഓക്കെ, നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മദീന റൗള മുനവറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടെ വന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോതുവാൻ കൊതിയായി
ഉറങ്ങും ത്വാഹ റസൂലേ സലാം. നർമ്മദ, എന്താ? ഒന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ പാടുമ്പോൾ? ഇല്ല. ടെൻഷനൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ നിത്യഹരിത ഗാനാണ് പാടിയത്. ഈ പാട്ടാരാ പഠിപ്പിച്ചെന്ന്? ബഷീർക്കാണോ? ഒറ്റക്ക് ഒറ്റക്ക് പഠിച്ചാണ്. ഒറ്റക്ക് പഠിച്ച് പാടി ഇത്രയും കോൺഫിഡൻ്റ് ആയി പാടിയില്ലേ? കമൻറ്റ് ചോദിക്കാം. ഷബ്നത്ത. നർമ്മദ എന്താ? അസലായിട്ട് പാടി, താങ്ക് യു. നന്നായിട്ട് പാടി മോളെ. ആ ഒരു ഫീലും ഉണ്ടായിരുന്നു പാട്ടിൽ, നല്ല ഫീലുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ശരിക്കും ഫീൽ ചെയ്തു. അതുപോലെ മോള് പാടി. സംഗതികളും ഒക്കെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നർമ്മദയുടെ ഒരു പല്ലവിയിൽ റസൂലേ സലാം എന്നത് റസൂലേ എന്ന് നീട്ടി വരുന്ന സ്ഥലത്ത് ഫസ്റ്റ് പല്ലവിയിൽ കുറച്ചൊന്ന് ഫ്ലാറ്റായി. അത് ശ്രദ്ധിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഉള്ള റൗണ്ട്സിൽ അല്ലെങ്കിൽ ഷെഡ്യൂളിലായിരുന്നെങ്കിൽ നമ്മളത് ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് വിടുമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്കത് ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ല മോളെ. ഓക്കെ. അതുപോലെ തന്നെ പല്ലവിയിലും കബീറായോനെ എന്നുള്ള സ്ഥലത്ത്, അതായത് മോൾക്ക് ഈ ഒരു വേർഡിലല്ല, ആ ഒരു വേർഡ് പറയുമ്പോഴല്ല, വേർഡ് പാടുമ്പോഴല്ല ആ ഫ്ലാറ്റ് ആവുന്നത്, ആ വേർഡിനിടയ്ക്ക് ഉള്ള ഒരു നീട്ടിലാണ് ആ ഫ്ലാറ്റ് വരുന്നത്. അതായത് കബീറായോനെ എന്ന് പറയുമ്പോൾ കബീറാ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലാണ് ഫ്ലാറ്റായിട്ട് വരുന്നത്. അത് മോൾ ശ്രദ്ധിക്കണം. അത്രത്തോളം നമ്മൾ ഹെഡ്ഫോണിൽ ക്ലിയറായിട്ട് കിട്ടിയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ചരണത്തിലും ഈ സെയിം പ്രശ്നമാണ്. നടന്നിടുവാൻ എന്ന് പാടിയ സ്ഥലത്ത് നടന്നിടുവാ എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിൽ ഫ്ലാറ്റായി. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം അസാധ്യമായിട്ട് തന്നെ മോള് പാടിയിട്ടുണ്ട്. സെമി ഫൈനൽസ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഇത്രയും നാൾ നിങ്ങളെയൊക്കെ കളിപ്പിച്ച് ചിരിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു. നിങ്ങളെല്ലാം അത് ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ പാടുന്നത്. അപ്പം എന്തായാലും മോള് കുറച്ചും കൂടെ ആ ഒരു പ്രശ്നം ഇനി മോളുടെ വരുന്ന ലൈഫിൽ പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. ഫിറോസ് ഖാൻ. അങ്ങനെ പാടി എവിടെ എത്തി? സെമി ഫൈനലിൽ പാടി അല്ലേ? സെമി ഫൈനലിലെ നിത്യഹരിത ഗാന റൗണ്ട് കൊണ്ട് നമ്മൾ തുടങ്ങുന്നു. അതിലെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് മോള്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു മൂഡ് തന്നു. കാരണം മോള് തിരഞ്ഞെടുത്ത പാട്ട് മനോഹരമായൊരു പാട്ട്. ബാപ്പു മുസ്ലിയാരുടെ വരികൾ അല്ലേ, നമ്മുടെ PC ലിയാക്കത്തിൻ്റെ സംഗീതം, മൂസക്ക പാടിയ പാട്ട്. പിന്നെ ഇത് ഒരുപാട് പേരെടുത്ത് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്യൂണിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങൾ. മോൾ ആരുടെ പാട്ടാ കേട്ടത്? മോൾ മനോഹരമായിട്ട് പാടി. കേട്ടത് ആരുടെ പാട്ടാ? റിനു പാടിയത് കേട്ടു അല്ലേ? ഈ പാട്ടിൽ മോളത് മനസ്സിലാക്കിയിരിക്കണം. മോൾ പാടിയതിൽ തെറ്റല്ല. ഒരു ഭാഗത്ത് മൂസക്ക പാടി വെച്ചതിൽ നിന്നും മ്യൂസിക് ഡയറക്ടർ ചെയ്ത ട്യൂണായിരിക്കുമല്ലോ മൂസക്ക പാടിയത് അല്ലേ? നമുക്ക് ആലോചിക്കാൻ പറ്റും അത്. അപ്പോൾ അതിലൊരു ഭാഗത്ത് വലിയൊരു വ്യത്യാസം വന്നു. പിന്നെ അതിങ്ങനെ പാടി കുട്ടികൾ ചിലപ്പോൾ ട്യൂണുകൾ മാറി വന്നതുകൊണ്ടായിരിക്കാം. നിങ്ങൾ പുതുതലമുറയിലെ കുട്ടികളായതുകൊണ്ട് ഞാൻ വേറെ അതിനെ കീറി മുറിക്കുന്നില്ല. മോൾ കേട്ട് പഠിച്ചത് മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. അത് വീണ്ടും പറയുകയാണ്. മോൾ നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഞാൻ മോളെ സമ്മതിക്കുന്നൊരു ഭാഗം ഹജറുൽ അസ്വദും എന്ന് പാടിയില്ലേ? സ്വാഭാവികമായിട്ട് അസ് മുറിയും അല്ലേ? ആ പാട്ടിൻ്റെ സ്ട്രക്ചർ വെച്ച് അസ് എന്ന് മുറിച്ച് ഞാൻ മോളെങ്ങനെ പാടുമെന്ന് കരുതി. പക്ഷെ മോളത് ശ്വാസം എടുത്തുകൊണ്ട് ഹജറുൽ അസ്വദും ലിറ്ററേച്ചറിന് കോട്ടം തട്ടിക്കാതെ കൃത്യമായിട്ട് പാടി. ആ ഭാഗം മനോഹരമായിട്ട് പാടി കേട്ടോ. അപ്പോൾ മോളി എൻ്റെ കൊതി വീട്ടിത്ത എന്ന് പാടിയ ട്യൂണ് തന്നെയാണ് ത്വാഫ് ചെയ്യാനെന്നും പാടിയത് അല്ലേ? അവിടെയാണ് ട്യൂണിനൊരു വ്യത്യാസം. അത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ പാട്ടുകാരൻ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും അല്ലേ, അവിടെ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടല്ലോ. അപ്പോൾ അത് തിരിച്ചറിയാനാണ് ഞാനത് പറഞ്ഞത്. ബാക്കി മോളെല്ലാ ഭാഗങ്ങളും മനോഹരമായിട്ട് പാടി. കുറഞ്ഞ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വിലയിരുത്തലുകൾ എല്ലാ കുട്ടികളോടും പറയുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ബിക്കോസ് സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് ഖാൻ. സജ്ലത. എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് മോള് സെലക്ട് ചെയ്ത്. നമ്മൾ ഗ്രേറ്റ് മൂസക്ക പാടിയ നല്ലൊരു സോങ്. എനിക്കും ഇതാണ് തോന്നിയത്. കുറേ ഒറിജിനൽ കേട്ടിട്ട് മോള് പാടുമ്പോൾ കുഞ്ഞു വ്യത്യാസങ്ങൾ ചില സ്ഥലങ്ങളിൽ. പക്ഷേ മോള് പാടുന്നത് കേൾക്കാനും ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് പറയണം. സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ
കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഞങ്ങൾ എന്തായാലും എടുത്തു പറയും. അതാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. നർമ്മദ പല്ലവി സ്റ്റാർട്ട് ചെയ്തത് തന്നെ മദീന റൗല. അത് റൗല കറക്റ്റ് ട്യൂൺ എത്തിയില്ല, പക്ഷേ അത് റിപ്പീറ്റ് ചെയ്തപ്പോഴേ കറക്റ്റ് പാടി. പിന്നെ ഉറങ്ങും ത്വാഹാദ് മോൾ ആദ്യം പ്ലെയിനായിട്ട് പാടി, പിന്നെ അടുത്ത റെപ്പിറ്റേഷനിൽ കുറച്ച് പ്ലാൻ കൊടുത്തു, പിന്നെ അടുത്തതിൽ പിന്നെയും പ്ലാൻ കൂട്ടിപ്പാടി. അതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെയാണ് ശരിക്കും പാടേണ്ടത്. ആദ്യം പ്ലെയിനായി പാടി, അതും സംഗതികളൊക്കെ നല്ല വൃത്തിയായിട്ട് പാടി പല്ലവിയിലൊക്കെ. പിന്നെ അനുപല്ലവിയിൽ എനിക്ക് തോന്നുന്നത് മോളുടെ റേഞ്ചിൻ്റെ പ്രോബ്ലമാണ്. കബീർ ആയോനെ അത് ആ ഒരു വരിയിൽ വരുമ്പോൾ ഒരു ഫിനിഷിങ് കുറവുണ്ട് മോളെ. അത് കുറച്ചുകൂടി ഒതുക്കണം. എനിക്ക് തോന്നുന്നു മോളത് ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് പാടുന്നത്. അത് കുറച്ചുകൂടി ഒതുക്കി പാടണം. പക്ഷേ അത് ചരണത്തിൽ വന്നപ്പോൾ കറക്റ്റ് പാടി. എനിക്ക് തോന്നുന്നു ഓരോ ലിറിക്കിൽ വരുമ്പം മോൾക്ക് പാടാനുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ചരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതിൽ ഫസ്റ്റ് ചേർന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയില്ലേ, അത് മോളാദ്യം പ്ലെയിൻ ആയിട്ടാണല്ലേ പാടിയത്. അത് കുറച്ചുകൂടെ ഒന്ന് ശരിയാവണം. അതൊരു ചെറിയൊരു പിച്ച് ഔട്ട് പോലെ തോന്നി. പിന്നെ ലാസ്റ്റ് നിർത്തിയതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും മോള് കുറച്ചുകൂടെ ചില വരികളിൽ കുറച്ചുകൂടെ ഒതുക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അത് മോള് വോയിസിലൂടെ ഒതുക്കാം, നമുക്ക് മൈക്ക് പ്ലേസ്മെൻറ്റിലൂടെയും നമുക്കത് കൺട്രോൾ ചെയ്യാം. അതൊന്ന് മോള് ശ്രദ്ധിക്കണം. പിന്നെ ഓർക്കസ്ട്ര എനിക്ക് പ്രത്യേകം പറയണം, കീബോർഡ് ആൻഡ് ഫ്ലൂട്ട് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം. നർമ്മദ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. നർമ്മദ, മത്സരം അത്രയും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മാർക്സ് വയ്ക്കാം. സജ്ലത, നർമ്മദക്ക് 28.5. 28.5 on 30. ഫിറോസ് ക, നർമ്മദയ്ക്ക് 38.5. 38.5 on 40. ഷബ്നത, 28.5. 28.5 again on 30. നർമ്മദ, അപ്പം സെമി ഫൈനൽസിൽ ഫസ്റ്റ് റൗണ്ട് പാടിക്കഴിഞ്ഞു. അപ്പം ജഡ്ജസിൻ്റെ ആ ഒരു ജഡ്ജിങ്ങിൽ വന്ന മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനി നെക്സ്റ്റ് റൗണ്ട്സിലൊക്കെ അത് മേക്കപ്പ് ചെയ്ത് വരാം. സോ ഇപ്പം 95.5 മാർക്സ് ഓൺ 100. സോ നർമ്മദ കുട്ടിക്ക് റിഹാസ് വെഡിങ് സെൻറ്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. അടുത്ത പെർഫോമൻസുമായി വേദിയിലെത്തുന്നു ഗസൽ റൗണ്ടിൽ സിനാൻ. സിനാൻ, ആ തൊപ്പിയൊക്കെ വെച്ച് നല്ല ലുക്കിലാണല്ലോ ഇന്ന്. തൊപ്പിയും ഷോളും ഷെർവാണിയും ഷൂസൊക്കെ ആയിട്ട് ഗസൽ റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നേ? എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? സെമി ഫൈനൽസിലേക്കാണ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇനിയിപ്പോൾ സെമി ഫൈനൽസിന് ഔട്ടായി ഗ്രാൻഡ് ഫിനാലിൽ പാടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടോ? ടെൻഷനുണ്ടോ? പാടാനും ടെൻഷനില്ല. പാടാൻ ടെൻഷനൊന്നുമില്ല. അപ്പം സിനാൻ്റെ എല്ലാ പാട്ടിലും സിനാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ജഫ്നത്താത്ത. അതെ. അപ്പം ആദ്യമായിട്ട് സിനാൻ്റെ പാട്ട് നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സിനാൻ്റെ താത്ത വന്നിട്ടുണ്ട്. അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂര്യനാകുന്നു ഖുർആൻ, പാപികൾക്കറിവാലെ മോചനം നൽകുവാൻ അല്ലാഹുവേ ഖുർആൻ. വിജ്ഞാന സാഗരമതിൽ നിന്നു മാനവർക്ക് ഇരുലോക ദർശനം നൽകാൻ വിപ്ലവ നായകൻ അന്ത്യറസൂലിന്
മകരന്ദ മഹന്തയിൽ വാഴുമ്പോൾ അവരോട് ആരോതെന്ന് പറയാൻ മർദ്ദിതർക്കൊപ്പം നിന്നടരാടും നിരകൾക്ക് ഉൾക്കരുത്തേകുന്നു ഖുർആൻ. മുമ്പരം കത്തുന്ന ഹൃദയാംബരങ്ങളിൽ കുളിർമാറി മുകിലാണ് ഖുർആൻ. നൊന്തു കേഴും മർത്യ കോടികൾക്കാശ്വാസം വിശ്വാസമരുളുന്നു ഖുർആൻ. വിശ്വാസമരുളുന്നു ഖുർആൻ. ഖുർആൻ 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 പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. ഖുർആൻ 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 പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. പാരിതിലിരുളിൻ നിടയിൽ പൊരുളിൻ്റെ വരസൂര്യനാകുന്നു ഖുർആൻ. സര സര ഗര ഗമ ഗമ പമ പദ നിസ 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 സ ധനി സര ര ര ര ര ര ന സരി മരി സനി ധനി സ സർവനി ധനി നിസനി ധ പദ പമ ഗരി സരി ഗമ പദ നി ധ പമ ഗമ വഴി തെറ്റി നീങ്ങിടും ഗതിയെറ്റ യാത്രികർ ഒരു തണൽ പന്തലിലണയാൻ വഴി തേടി അലയുമ്പോൾ ഒടുവിൽ ചെന്നെത്തുന്ന ശാന്തി തുരുത്താണ് ഖുർആൻ. ശത്രുക്കൾക്കൊരു വാക്കും പകരം രചിക്കുവാൻ കഴിയാത്ത വേദഗ്രന്ഥം ഖുർആൻ. ശതകങ്ങളായി ലോക ജനതയിലൊരുവനും വെല്ലാൻ കഴിയാത്ത ഖുർആൻ. വെല്ലാൻ കഴിയാത്ത ഖുർആൻ. ഖുർആൻ ഖുർആൻ പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. ഖുർആൻ 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 പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. പാരിതിലിരുളിൻ നിടയിൽ പൊരുളിൻ്റെ പരസൂര്യനാകുന്നു ഖുർആൻ. പാപികൾക്കറിവാലെ മോചനം നൽകുവാൻ അല്ലാഹുവേകിയ ഖുർആൻ. വിജ്ഞാന സാഗരമതിൽ നിന്നു മാനവർക്ക് ഇരുലോക ദർശനം നൽകാൻ വിപ്ലവനായകൻ അന്ത്യറസൂലിനെ ഉടയവനരുളിയ ഖുർആൻ. ഉടയവനരുളിയ ഖുർആൻ. ഖുർആൻ 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 പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. ഖുർആൻ 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 പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. പാരിതിലിരുളിൻ നിടയിൽ പൊരുളിൻ്റെ വരസൂര്യനാകുന്നു സിനാൻ,
നമ്മുടെ അഷ്റഫ് ക ട്യൂൺ ചെയ്ത പാട്ടാണ്. അപ്പം അഷ്റഫ് ക ഉണ്ടായിരുന്നു സിനാൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഹാർമോണിയം ഒക്കെ വായിച്ചിട്ടല്ലേ. അപ്പം സിനാൻ പാടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ സിനാനെ നോക്കി നിൽക്കുകയാണ്. എന്ത് രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ. പിറകിലാ തുറന്നു വെച്ച ഖുറാനും ഒക്കെ കൂടി ആയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. സജ്ലത്ത അവിടെ ഒന്ന് കൂടെ പാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. നമുക്ക് കമൻസ് ചോദിക്കാം. സജ്ലത്ത, സിനാൻ എന്ത് തോന്നി ഗസൽ പാടിയിട്ട് ഗസൽ റൗണ്ടിൽ? ആദ്യമായിട്ട് പാടുന്ന അതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടെൻഷനൊന്നും കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര ടെൻഷൻ ഫ്രീ സിംഗിങ് ആയിരുന്നു. എന്താണ് എനർജി! അങ്ങനെ ആയിരിക്കണം. ടെൻഷനൊന്നും പാടില്ല. ആദ്യമായിട്ട് പാടുകയാണ് ഞാൻ ഗസൽ, അയ്യോ ശരിയാവോ അങ്ങനത്തെ ടെൻഷൻ വെച്ചാൽ എന്താ കൊള്ളാവും അല്ലേ. പക്ഷേ മോന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ കേട്ടോ. അതാദ്യം തന്നെ പറയാം. പിന്നെ ഈ പാട്ട് രചിച്ചിരിക്കുന്നത് TK അലി മാഷാണ്. ഇതിൻ്റെ സംഗീതം നിങ്ങളുടെ ഗ്രൂമറായ അഷ്റഫ് ക. എനിക്ക് തോന്നുന്നു അഷ്റഫ് കയുടെ സ്വന്തം പാട്ട് ആയതുകൊണ്ടാവാം അഷ്റഫ് ക അവിടെ നിന്ന് വായിക്കുമ്പോൾ എന്താണ്, നമ്മളുടെ സ്വന്തം പാട്ട് നമ്മൾ പാടുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വായിക്കുമ്പോഴും ഒരു പ്രത്യേക സന്തോഷം നമുക്കുണ്ടാവില്ലേ. ആ ഒരു സന്തോഷം അഷ്റഫ് കയുടെ ഫേസിലും വായനയിലും ഒക്കെ കണ്ടിരുന്നു. പിന്നെ പാടിയത് പ്ലേബാക്ക് സിംഗർ ഡോക്ടർ ഫഹദാണ്. അദ്ദേഹം കുറേ പാട്ടുകളൊന്നും പാടി ഞാൻ കേട്ടിട്ടില്ല. ഈ പാട്ട് അദ്ദേഹം പാടിയതാണെന്ന് അറിഞ്ഞു. നല്ലൊരു പാട്ട്. സിനാൻ ഒരുവിധം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് മോൻ ആലാപം ഒന്ന് ഫസ്റ്റത്തൊന്ന് പാടിയേ, തുടക്കം. മോൻ പാടുമ്പോഴേ അങ്ങനെ കുറച്ചൊന്ന് ഒതുക്കി പാടിയേ. മൊത്തത്തിൽ കുറച്ചുകൂടെ ഒതുങ്ങണം സിനാൻ. അതെപ്പോഴും പറയുന്നതാ സിനാൻ്റെ അടുത്ത്. പക്ഷെ ഈ ഗസൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫീല് കൊടുത്ത് പാടേണ്ടതല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചില സ്ഥലങ്ങളിലൊക്കെ അത് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അരുളിയ പല്ലവിയിൽ അരുളിയ അതിൽ ചെറിയൊരു അറബിക് ടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഞാൻ കേട്ടു ചെറിയ അറബിക് ടച്ചസ്. അത് കറക്റ്റ് പാടുന്നുണ്ട് സിനാൻ. പിന്നെ സ്വരം പാടിയില്ലേ മോൻ, അത് മോനിപ്പോൾ പഠിക്കുന്നുണ്ടോ? കർണാടക സംഗീതം. ഹിന്ദുസ്ഥാനി പഠിക്കുന്നില്ലല്ലോ. ഇല്ല. പക്ഷേ ഹിന്ദുസ്ഥാനി സ്റ്റൈലിലായിരുന്നു മോൻ പാടിയത്. കർണാട്ടിക്കില് സരിഗമ, ഹിന്ദുസ്ഥാനിയില് സരഗമ. അത് കറക്റ്റ് പഠിപ്പിച്ചു തന്നിട്ട് അതുപോലെ പാടാൻ പറ്റണ്ടേ അല്ലേ. അതുപോലെ പാടിയല്ലോ ശരിക്കും കറക്റ്റ്. ആ ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ തന്നെ മോൻ പാടി. അത് വലിയൊരു കാര്യമാണ്. പിന്നെ പാമഗരെ ആ നോട്ട് കറക്റ്റ് ആയില്ല കേട്ടോ. പാമഗരെ അത് മാത്രമേ കുറച്ച് ക്ലിയർ ആവാണ്ടിരുന്നുള്ളൂ. ബാക്കി സ്വരങ്ങളൊക്കെ കറക്റ്റ് പാടി മോൻ. എനിക്ക് ഒരുവിധം നന്നായിട്ട് ഇഷ്ടമായി സിനാൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത്ത. ഫിറോസ് ക, മോന് സജില പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ തുടങ്ങാം. മോന് ആ സ്വരങ്ങൾ അത് ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഹിന്ദുസ്ഥാനിയിൽ അങ്ങനെയാണ് മോനെ സ്വരങ്ങൾ പാടുക. ശൈലി അങ്ങനെയാണ് അതിൻ്റെ കേട്ടോ. റേ 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 എന്ന് പാടിയില്ലേ, അത് കൃത്യമാണ്. അങ്ങനെ തന്നെയാണ് പാടുക. പിന്നെ ഭംഗിയായിട്ട് പാടി. പിന്നെ മോന് വലിയൊരു ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഗസലിന് രാഗങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് അല്ലേ. രാഗം ബേസ്ഡ് ആയിരിക്കും. അപ്പം മോൻ അതിൻ്റെ ആലാപാദ്യം പാടി അത് ഒന്ന് ഒതുക്കി പാടുക എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഭാഗം നന്നാവും കേട്ടോ. അത്ര പരത്തിയിട്ട് ആലാപ് പാടരുത്. ഗസൽ പാടുന്ന സിംഗേഴ്സ് മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റിൽ പൊതുവെ മെഹദി ഹസൻ സാബിനെ എടുത്താലും ഗുലാം അലി സാബിനെ എടുത്താലും വലിയ പാട്ടുകാരൊക്കെ നമ്മൾ വിചാരിക്കും മൈക്കിൻ്റെ അടുത്തേക്ക് വന്നാലാണ്. അതല്ല മോൻ ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. ഗസൽ സിംഗിങ് അങ്ങനെയാണ്. അവരൊരു ദൂരെ നിന്നുള്ള ഒരു വോളിയമാണ് മൈക്കിലേക്ക് കൊണ്ടുവരിക. വേണ്ട സ്ഥാനത്ത് മാത്രം ഒന്ന് അടുക്കും കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടി അങ്ങനെ വേണമെങ്കിൽ മോന് ശീലിക്കാം. അതൊന്ന് ഒതുക്കി പാടിയ ബാക്കി ആഖിർ ഭൈരവിയിലുള്ള ഒരു പാട്ടാണ്. കർണാട്ടിക്കിൽ ചക്രവാകം എന്ന് വിളിക്കുന്ന ആഖിർ ഭൈരവി എന്ന രാഗത്തിൻ്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു രാഗമാണ് മോനെ. മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോകില്ല ആ രാഗം. അത്ര കേട്ടോ. ഒരുപാട് ഇത് അറിയോ ഇത് പാടിയ ഗായകനെ? ഇപ്പം നമ്മുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ് അദ്ദേഹം എന്നല്ല, എൻ്റെ അഷ്റഫിൻ്റെ ഒക്കെ ദുബായിലെ ജീവിത കാലഘട്ടത്തിൽ കൊച്ചു മോനായിട്ട് ഞങ്ങളുടെ വേദികളിലൊക്കെ വന്നിരുന്ന ഫഹദ് ഇപ്പോൾ വലിയ ഡോക്ടറായി. ഫഹദ് പാടിയ പാട്ടറിയോ മോന്? പൂവേ ഒരു മണിമുത്തം എൻ കരളിൽ പതിഞ്ഞുവോ, തേനായി ഒരു കിളിനാദം എൻ കാതിൽ പകർന്നുവോ. ഈ പാട്ടാണ് സിനിമയിലെ പ്രധാന പാട്ട് ഫഹദിൻ്റെ.
അപ്പോൾ അത് മനോഹരമായിട്ട് പാടി വെച്ചൊരു പാട്ടാണ്. മോനെ എല്ലാ ഭാഗങ്ങളും പാടി. ഗസൽ എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതലായിട്ട് ഗസലിന് അപ്ലൈ ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ മകന്? അറിയോ? ഭക്തിയും പ്രണയവുമാണ്. അതാണ് ഗസലിൽ പൊതുവേ നമ്മൾ കൊടുക്കുന്ന സാഹിത്യം കൂടുതൽ അതായിരിക്കും. ഇവിടെ പാടിയത് ഏതാ? ഖുർആനെ പറ്റി. ആ, അപ്പം മാപ്പിളപ്പാട്ടിൽ അത് എടുക്കുമ്പോൾ നമുക്ക് ചില പാട്ടുകളൊക്കെ കയറി വരാം. ഇവിടെ മോൻ പാടിയത് ഭക്തിയാണ് അല്ലേ? ഭക്തിയാണ് പാടിയത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പുറകിൽ കാണിച്ചുകൊണ്ട് മോൻ അതിനെക്കുറിച്ച് പാടിയപ്പോൾ അത് ഒരുപാട് തട്ടി ഞങ്ങൾക്ക്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ സെമി ഫൈനലായതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി വൃത്തിയാവാനുണ്ടായിരുന്നു. ഞാൻ ചില ഭാഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ മോൻ മേലെ പാടിയിട്ട് ബേസിലേക്ക് വരുമ്പോൾ മോൻ ആ കുറച്ച് പവർ നഷ്ടപ്പെടുന്നു, ഒരു ലേശം കേട്ടോ. അത് അധികമല്ല, എന്നാലും ആ അത്രയും പവർ, ചെറിയ കുട്ടിയല്ലേ, ചെറിയ ആളല്ലേ. എന്നാലും ഇവിടെയും സെമി ഫൈനലായതിൻ്റെ ഒരു ഗൗരവം കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുള്ള ഒരു കൺസിഡറേഷനും ഞങ്ങളാൽ ആവും വിധം തരുന്നുണ്ട് നിങ്ങൾക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നത്ത? നന്നായിട്ട് പാടി. മോൻ ഒരുപാട് ട്രൈ ചെയ്തു. അതായത് മോൻ്റെ കഴിവിൻ്റെ പരമാവധി സിനാൻ ഈ ഒരു ഗസൽ പാടാൻ വേണ്ടിയിട്ട് അസലായിട്ട് മോൻ അതുപോലെ മോൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് മോൻ്റെ പാട്ടിന് മനസ്സിലായി. പ്രത്യേകിച്ച് ആ സ്വരം പാടുമ്പോൾ ആ നിൻ്റെ ഒരു ഡെഡിക്കേഷൻ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ആ ഡെഡിക്കേഷൻ നന്നായിരുന്നു മോനെ. പിന്നെ മോന് പ്ലേ ചെയ്ത് തന്നില്ലേ അഷ്റഫക്ക, എന്താ പറയുക, അത്രയും ഒരു സ്വന്തം പാട്ട് മോന് പ്ലേ ചെയ്ത് അത്രയും മനോഹരമായിട്ട് അവിടെ ഇരുന്ന് പ്ലേ ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ അഷ്റഫക്കായ്ക്ക് ഒരു വലിയ കയ്യടിയാണ് കൊടുക്കേണ്ടത്. മോൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ സിനാൻ അത്. പിന്നെ മോനെ എനിക്ക് മോൻ ഫസ്റ്റ് ആ ഒരു ഹമ്മിങ് പാടുമ്പോൾ മോന് ടൂ മച്ച് ഓഫ് നേസൽ ടോണാണ്. ആ ഒരു അത്രയും നേസലിൻ്റെ ആവശ്യമില്ല. മോനത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് നേസൽ മോന് വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു നേസൽ കട്ട് ചെയ്തിട്ട് മിക്സ് ടോണിൽ പാടാൻ മോൻ ശ്രമിക്കണം കേട്ടോ. നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മോൻ തിങ്സ് പാടുന്ന സമയത്ത് ആ തിങ്സിൻ്റെ സ്ഥാനത്ത് മാത്രം ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുന്നു ആ തിങ്സ് പാടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഗസൽസിന് തിങ്സ് പാടുമ്പോൾ സ്ട്രെങ്തിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ പോലും അറിയാണ്ടാണ് ആ ഗസൽസ് പാടുമ്പോൾ തിങ്സ് വരേണ്ടത്. അപ്പോൾ അത് മോൻ ശ്രദ്ധിക്കണം. കാര്യം തിങ്സ് മോൻ പാടണം എന്നുള്ള രീതിയിലല്ല തിങ്സ് നമ്മൾ ഗസൽസിൽ പാടേണ്ടത്. അത് വരികയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒഴുകി വരും, നമ്മൾ പോലും അറിയരുത്, കേൾക്കുന്നവരും അറിയരുത്. അങ്ങനെയാണ് അത് വരേണ്ടത്. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാം അസലായിരുന്നു മോനെ. പല്ലവിയിലെ ടോപ്പ് പോർഷനൊക്കെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സിനാൻ, അപ്പോൾ നല്ല കമൻസ് ആണ്. അപ്പോൾ സെമി ഫൈനൽസിൻ്റെ ആ ഒരു ഇതിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാർക്സ് വയ്ക്കാം. ഫിറോസ്ക? 37.5. 37.5 on 40. ഷബ്നത്ത? 27.5. 27.5 on 30. സജ്ലത്ത? 27.5 again on 30. സിനാന്റെ ഗസൽ റൗണ്ടിൽ 92.5 on 100. അപ്പം സെമി ഫൈനൽസിൽ നമ്മളെ മത്സരങ്ങൾക്ക് കടുത്ത് വരികയാണ്. അപ്പോൾ ഇനി വരുന്ന റൗണ്ട്സിലും നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പാടാം. സമ്മാനം വേണ്ടേ? നമ്മുടെ കുഞ്ഞു സിനാന് ചേലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ബേബി വിറ്റ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. കുട്ടിപ്പട്ടുമാൽ സീസൺ 2വിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് അങ്ങനെ ആവേശകരമായി നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സെമി ഫൈനൽ വേദിയിലെ ആവേശകരമായ മറ്റു മത്സരങ്ങളുമായി ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണും. ടിൽ ദാറ്റ് സൈനിങ് ഓഫ് ഫ്രം ബേബി വിറ്റ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.